ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് അമ്മയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞ് ബർത്ത്ഡേ ഫംഗ്ഷൻ സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ, വേറെ പുറത്തൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കുറച്ച് പേര് അങ്ങനെ എല്ലാവരെയും ഒന്നും വിളിച്ചിട്ടോ അങ്ങനെയൊന്നുമില്ല, ഒരു കുഞ്ഞ് ഫംഗ്ഷൻ അമ്മയ്ക്ക് സർപ്രൈസായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡെക്കോർ ഈവൻറ്റ് ഒക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈവൻറ്റ് ചേട്ടന്മാർ വന്ന് ബാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണിപ്പുരയിലാണ് അവർ. അപ്പോൾ അവർ തുടങ്ങി കുറേ നേരമായി തുടങ്ങിയിട്ട് 20 മിനിറ്റ് കൂടെ മതി എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ തീരാറായി കാണും. പിന്നെ കേക്കിന് ഓർഡർ കൊടുത്തു, പിന്നെ കുറച്ച് ഗിഫ്റ്റ്സൊക്കെ മേടിച്ചു. ഗിഫ്റ്റ്സിൽ ഇപ്രാവശ്യം ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് അമ്മയ്ക്കുണ്ട്. അമ്മ എന്തായാലും ഈ വ്ളോഗ് കാണും. സ്പെഷ്യൽ ഗിഫ്റ്റ് അമ്മയ്ക്കുണ്ട്. അത് അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. മറ്റ് ഗിഫ്റ്റുകളെക്കാട്ടിലും ഒത്തിരി അമ്മയ്ക്ക് ഇഷ്ടപ്പെടും. അത് സ്പെഷ്യൽ ഗിഫ്റ്റാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. പിന്നെ ഇന്നലെ രാത്രി 12 മണിക്ക് ഒരു ചെറിയ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. ശരിക്കും ഞാനൊരു കുഞ്ഞു കേക്ക് മേടിച്ച് സിമ്പിളായിട്ട് ജസ്റ്റ് റിമൈൻഡ് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അത് നമ്മളെ എല്ലാവരുടെയും ബർത്ത്ഡേയിൽ 12 മണിക്ക് ഒരു കേക്ക് കട്ടിങ് ഉണ്ട്, പതിവാണത്. അപ്പോൾ അങ്ങനെ വിചാരിച്ചപ്പോൾ എൻ്റെ 2-3 ക്ലോസ് ഫ്രണ്ട്സും അവർ കേക്ക് മേടിച്ചു. ഡെന്നി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് പേര് ഇന്നലെ 12 മണിക്ക് നമ്മളെല്ലാവരോടും ചേർന്ന് അമ്മയ്ക്ക് സർപ്രൈസ് കൊടുത്തു. അമ്മ അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അമ്മ വിചാരിച്ചു ഞങ്ങൾ മാത്രമേ കാണുമെന്നുള്ള വിചാരിച്ചത്. ഞങ്ങളൊരു 12 മണിയായപ്പോഴും നമ്മൾ വിഷ് ചെയ്തിട്ടില്ലായിരുന്നു അമ്മേനെ. അപ്പം അമ്മ വിചാരിച്ച് നമ്മൾ മറന്നു പോയതായിരിക്കും. പക്ഷെ നമ്മളത് സർപ്രൈസ് ചെയ്തു. അത് സക്സസ്ഫുള്ളി വർക്കൗട്ടായി. ഇത് എന്താവുമെന്ന് അറിയത്തില്ല, അത് വഴിയെ കാണാം. ഇനി ഈവൻറ്റും ഡെക്കോറൊക്കെ കാണാം. ഇപ്പം അമ്മ പുറത്ത് പോയേക്കുവാണ്, ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ ചോറ് കഴിക്കാനായിട്ട് ഫുഡ് കഴിക്കാൻ ഉച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞ്. ഇനി വരുമ്പോൾ അറിയാൻ പറ്റും എന്താണ് റിയാക്ഷൻ എന്ന്. അപ്പം കാണാം. അപ്പോൾ അതുവരെ 12 മണിക്ക് കേക്ക് കട്ടിട്ടപ്പോൾ ഞാൻ കുഞ്ഞു കുഞ്ഞു ബിറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ട് പറയും. ഓക്കെ. Meanwhile, ഹായ് ഗൈസ്, ഇപ്പോൾ സമയം 11:55. 5 മിനിറ്റ് 12 മണിയാവും. അപ്പം ഞാൻ ചെറുതായിട്ട് 12 മണിക്ക് ഒരു ചെറിയൊരു സർപ്രൈസ് പോലെ ഞാനൊരു കുഞ്ഞ് മിനി കേക്ക് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫാമിലി മാത്രം മുറിക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ വരുന്നുണ്ട്. അവരും കേക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരും സർപ്രൈസായിട്ട് കാണാൻ വേണ്ടിയിട്ട് വരുക. അപ്പം അമ്മ മുകളിൽ ഇപ്പോഴാണ് അമ്മ കുളിക്കാൻ കയറിയത്. അടുക്കളയിൽ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് അമ്മ കുറച്ച് ബിസിയായിരുന്നു. ഇപ്പോഴാണ് അമ്മ കുളിക്കാൻ കയറിയത്. അതും പറഞ്ഞ് വിട്ടിട്ടാണ് അമ്മ കുളിക്കാൻ കയറിയത്. കുളിച്ച് ഇറങ്ങുമ്പത്തേക്കും അവർ വരുമായിരിക്കും. ഞാൻ അവർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുമ്പം അവർ കയറി വരും. എന്തായിരിക്കും റിയാക്ഷൻ ഒന്നും അറിയത്തില്ല. നോക്കാം. ഞാനൊരു കുഞ്ഞ് കേക്ക് മേടിച്ച് വെച്ചിട്ടുണ്ട് കേക്ക് വേൾഡിൽ നിന്ന്. കുഞ്ഞ് സാധനം നമുക്ക് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം. നമ്മുടെ കേക്കൊക്കെ നല്ല പശ പോലെ ഒട്ടിയിരിക്കുന്നുണ്ട്. സർപ്രൈസായിട്ട് ഡെന്നിയും വരുന്നുണ്ട്. ബാക്കിയുള്ളവരവിടെ ഇറങ്ങണില്ലേ? പതുക്കെ പതുക്കെ. ഹായ്, വ്ളോഗ് ശബ്ദം ഉണ്ടാക്കില്ലേ? റോണേ, ഹായ് റോണേ. ഹലോ, ഇത് സിയ ഫാത്തിമ. അത് റോൺ സിനിമയിലെടുത്താലോന്ന് വിചാരിച്ചിട്ട് തിരിഞ്ഞിരിക്കുന്നു വ്ളോഗിൽ. നമ്മുടെ ഈ കുഞ്ഞു കേക്കുണ്ട്. Happy birthday to you.
കുഴപ്പമില്ല, എല്ലാം ശരിയായി. ശരിയായി, നാളെ മുതൽ ജോലിക്ക് വരും. എല്ലാം ശരിയായി. അച്ചു എവിടെ എന്റെ പുത്രൻ എവിടെ? വേടാ ദേവി. ബേബിയാ? എന്റെ പേര് മാറ്റി. പിന്നെ അവനെ ചിലപ്പോ സിനിമയിൽ എടുത്താലെന്ന് വെച്ചാൽ മാറിയിരിക്കാം. അവൻ പൃഥ്വിരാജിന് പഠിക്കുക. ആക്ച്വലി ഞാൻ ഇത് മാത്രമേ പ്ലാൻ ചെയ്തോളൂ, പക്ഷെ ഇവരെല്ലാരും കൂടാണ് ഇത് സെറ്റ് ചെയ്തത്. ഇതിന് പറഞ്ഞോ, ഇത് ആക്ച്വലി ബ്രൗണിയാണ്. ബ്രൗണി ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയ കട്ടിയുള്ള ഒരു കേക്ക് കിട്ടുന്നത്. സുന്ദരിയാണോ അമ്മണി? സുന്ദരിയാണോ അമ്മണി? സുന്ദരിയാണോ? മതി 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 മതി. അത് വരുന്നില്ല. അടിക്കണ്ടതെല്ലാം അടിക്കുക. എന്താണ് റോണി നീ ഇങ്ങനെ? കണ്ടോ സിയ ഫാത്തിമ അക്ഷയ് എസ് കെ ഒക്കെ നിൽക്കുന്ന കണ്ടോ? ഭയങ്കര കോൺഫിഡൻസോടെ അല്ല അക്ഷയ്? അക്ഷയ് അക്ഷയ് ഇത് തിരിക്കാൻ അത് തുറക്കണോ? താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഓക്കെ ബൈ. മസിലിട് മസിലിട്. ബൈ റോൺ ബൈ. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല, ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഇത് രാജീവങ്ങളുടെ ഐഡിയ ആണോ? ഡെക്കോർ ഈവന്റ് പരിപാടി കാണിച്ചു തരാം. ഡെക്കറേഷൻ. ഓ ഇതിങ്ങനെ ഇരിക്കും. ഔട്ട്ലുക്ക് നല്ല ഭംഗിയുണ്ട്. ഫൈനലി ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഡെക്കോർ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ശരിക്കും ഞാൻ ഇത്രയൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു. ഞാനൊരു ചെറിയ സിമ്പിൾ സാധനമാണ് ഞാൻ അവരോട് പറഞ്ഞത്. കുഞ്ഞു ബലൂണും പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ പോലത്തെ ഒരു സാധനം ഞാൻ പറഞ്ഞിരുന്നത്. ബട്ട് അവർ അടിപൊളിയായിട്ട് എനിക്ക് ചെയ്തു. എന്താ ഈ ബട്ടർഫ്ലൈ ഒക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട്. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചതേ ഇല്ല. ഇത് നല്ല ഭംഗിയുണ്ട്. അതുപോലെ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. ഇത് ഇളകിപ്പോയോ ഇനി? ഇതെല്ലാം നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇത്രയൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിവേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യണം. ഓക്കെ, എങ്ങനെയുണ്ട് ഈ ഒരു ഔട്ട്ലുക്ക് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചതയില്ല. ഞാനൊരു കുഞ്ഞു സാധനമാണ് ഞാൻ രാജീവങ്ങളോട് പറഞ്ഞത്. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല, പക്ഷേ നല്ല ഭംഗിയായിട്ട് നല്ല അടിപൊളിയായിട്ട് എനിക്ക് ചെയ്തു തന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ഈ ഡെക്കോർ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ് രാജീവ് അങ്കിൾ. രാജീവ് അങ്കിളിൻ്റെ ആർ ഇവൻറ്റ്സ് ടി വി എം ആണ് നമ്മുടെ ഇവൻറ്റ് നെയിം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ നല്ല കുഞ്ഞു കുഞ്ഞു ഫങ്ഷൻസോ വലിയ വലിയ ഫങ്ഷൻസോ എന്ത് ടൈപ്പ് ഫങ്ഷൻസ് ആണല്ലോ അവർ ചെയ്ത് തരും. സോ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. സോ ആർ ഇവൻറ്റ്സ് ആണ് നമുക്ക് ഇത്രയും നല്ല ഭംഗിയായിട്ടുള്ള ഭയങ്കര ഗ്രാൻഡായിട്ട് ഫീൽ ചെയ്യുന്ന നല്ല അടിപൊളി ക്യൂട്ട് ബർത്ത്ഡേ ഡെക്കോർ ചെയ്തിട്ടുള്ളത്. സോ ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എനിക്കിപ്പം ടെൻഷൻ അമ്മയുടെ കാര്യത്തിലാണ്. അമ്മ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വരുമെന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ ശരിക്കും ഇതൊന്നും അല്ല പ്ലാൻ ചെയ്തിരുന്നത്. ഞാൻ ശരിക്കും പ്ലാൻ ചെയ്തിരുന്നത് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അമ്മ പുറത്തോട്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ, അമ്മ തന്നെ പുറത്തോട്ട് പോവുമായിരിക്കും. അപ്പം പോവുകയാണെങ്കിൽ ഇവിടെ ഡെക്കോറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്തിട്ട് കേക്കൊക്കെ സെറ്റ് ചെയ്ത് എല്ലാവരെയും വിളിച്ച് അമ്മയെ എന്തെങ്കിലും പറഞ്ഞ് വിളിച്ച് വരുത്താമെന്നുള്ള പ്ലാനായിരുന്നു. പക്ഷെ അങ്ങനെ വിളിച്ചാൽ അമ്മ വരത്തില്ല, എന്തെങ്കിലും ആവശ്യമായിട്ട് നിൽക്കുവാണെങ്കിൽ. അങ്ങനെ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതിപ്പം അമ്മ എന്തായാലും ഇപ്പോൾ സർപ്രൈസ് പൊളിയും. അമ്മയ്ക്ക് മനസ്സിലാവും എന്തെങ്കിലും കേക്ക് കട്ടിങ് ഉണ്ട്, എന്തോ പരിപാടി പ്ലാൻ ചെയ്തെന്ന് മനസ്സിലാവും. കാരണം ഈ ഡെക്ക് ഇപ്പോൾ എത്തുമെന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം. ഇപ്പോൾ വരും എന്നാണ്
വരുമ്പം എന്താവും എന്നറിയില്ല. ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ആ റിയാക്ഷൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അല്ലാതെ ഫുള്ളായിട്ട് സർപ്രൈസ് കൊടുക്കാൻ പറ്റില്ലല്ലോ. കാരണം കേക്കും ഒന്നും ഓൺ ദി വേണം, എല്ലാം വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ റിയാക്ഷൻ ഷൂട്ട് ചെയ്യാൻ ഞാൻ ഈ ഫ്രണ്ടിൽ തന്നെ നിൽക്കുക. അമ്മ എപ്പോൾ വരും നോക്കിയിട്ട്. അയ്യോ വെയിറ്റ്, ഗ്ലാസ് താക്ക്, ഗ്ലാസ് താക്ക്. അയ്യോ നിനക്ക് എന്തിന്റെ അസുഖം പെണ്ണേ ഇതൊക്കെ? എങ്ങനെയുണ്ട്? അമ്മ ശ്രദ്ധിച്ചില്ലേ? ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ ആഘോഷമൊന്നുമില്ല. എൻ്റെ സുശീലമ്മ പറഞ്ഞ് പിള്ളേരാകുമ്പോൾ ആഘോഷിക്കണം. പിന്നെ അവള് എല്ലാം ചെയ്യുന്നില്ലേ പിള്ളേർക്ക് വേണ്ടി. ഇപ്പം പിള്ളേരായ എങ്ങനെയാണോ? സൂത്രകാരി കള്ളിയാണ് ഈ അമ്മ, ഒരു സൂചനയും തരാതെ. ഇഷ്ടപ്പെട്ടോ? ഒരു ക്യൂട്ട് ചെറിയ സാധനം ഞാനും എൻ്റെ രാജീവ് അങ്കിളും കൂടെ ചേർന്ന് പ്ലാൻ ചെയ്തത്. അതൊക്കെ ഉണ്ട്, അതൊക്കെ സർപ്രൈസ്. ഇതൊക്കെ ഇനിയുള്ള വഴിയെ സർപ്രൈസ്, അത് സാമ്പിൾ മാത്രം. മെസ്സേജ് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു കണ്ടില്ലേ എന്തായിരുന്നു, അതൊക്കെ ഉണ്ട് ഇനി എല്ലാം സർപ്രൈസ്. സംഭവം ഞാൻ വിചാരിച്ചത് ഉച്ചയ്ക്ക് ശേഷം അമ്മ ചോറ് കഴിച്ചിട്ട് പോകുമല്ലോ, അപ്പം സെറ്റ് ചെയ്യാന്നാണ് വിചാരിച്ചേ. പക്ഷെ അമ്മ മറ്റേ 2 ഘട്ട നേരത്തിലാണ് വന്നതും അമ്മ പോയതും. അപ്പം ഇതാവുകയും ചെയ്തത്. അപ്പം ഞാൻ വെച്ചാൽ എല്ലാവരും കൂടെ നിർത്തി ഒരു വെൽക്കമാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അമ്മ അവിടെ എന്നെ ചീറ്റിപ്പിച്ച്. പക്ഷെ കുഴപ്പമില്ല, വഴി ഇനി വേറെ സർപ്രൈസുകളുണ്ട്. പൈനാപ്പിൾ പുളിശ്ശേരി അല്ലേ? പൈനാപ്പിൾ പുളിശ്ശേരി, അമ്മയുടെ ഫേവറേറ്റ് പൈനാപ്പിൾ പുളിശ്ശേരി. ഇത് സിമ്പിളാണ്, നമ്മൾ ഭയങ്കര ഗ്രാൻഡ് ആയിട്ടൊന്നുമില്ല. സാമ്പാർ, ഇഞ്ചിയാണ് അമ്മയുടെ ഫേവറേറ്റ്. ഇഞ്ചി അപ്പം 100 കറിയാണ്. ഇന്നെല്ലാം അമ്മയുടെ സ്പെഷ്യൽ സാധനങ്ങളാണ്. എങ്ങനെയുണ്ട്? അമ്മ വയ്ക്കുന്ന ആഹാരം എല്ലാം എനിക്കിഷ്ടം. ഉഷാമ ഒരു ചമ്മന്തി അരച്ചപ്പോഴും നമുക്ക് ഇഷ്ടമാണ്. നമ്മുടെ ഫേവറേറ്റ് കുക്കാണ്. പൈനാപ്പിൾ പറയാനേ 12 മണിയായപ്പോ എല്ലാരും വിഷ് ചെയ്തപ്പോ അമ്മ പറയണ ഇല്ല ഇപ്പൊ അല്ല പ്രസവിച്ചത്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പ്രസവിച്ചു, അന്നേരം ഞാൻ വിഷ് ചെയ്യുന്നുള്ളൂ. ഓപ്പറേഷൻ തിയേറ്ററില്ല വെളുപ്പിനെ. അപ്പൊ അതുകൊണ്ട് അന്നേരം പ്രസവിച്ചു, അന്നേരം വിഷ് ചെയ്യുള്ളൂ. എന്താടാ? ഹായ് ഹായ് ചേച്ചിയുടെ എന്താ ഞാൻ എന്താ പറയാൻ മറന്നുപോയി. ഇതെവിടെ പോകുന്നു? അവന്റെ റിയൽ അമ്മയെ കണ്ടപ്പോ അവൻ അയ്യോ അവൻ അവളെ കൈയിട്ടിങ്ങനെ മാന്തുന്നു. എന്താ വിശേഷം? നീ ഭയങ്കര വലിയ ആർട്ടിസ്റ്റ് ആയിപ്പോയി, സെലിബ്രിറ്റി ആയപ്പോ നമ്മളെ മറന്നു പോയെന്നാ വിചാരിച്ച. പക്ഷെ ഒരു അഹങ്കാരവും ഇല്ല, ഒരു ജാടയില്ലാത്ത സെലിബ്രിറ്റി. അതെ നമ്മുടെ സ്വന്തം. ദൈവമേ ഇതെന്തോന്ന്! ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട്. നമ്മുടെ പേഴ്സണൽ നമ്മുടെ പേഴ്സണൽ ഫേവറേറ്റ് നമ്മുടെ ഗോകുൽ ചേട്ടനാണ് ഇന്നത്തെ ഫോട്ടോഗ്രാഫി, വീഡിയോ എല്ലാം ഓൾ ഇൻ വൺ ചെയ്യാൻ പോകുന്നത് അല്ലേ? യെസ്. അതിസാഹസികമായ സ്കിൽസ് ഒക്കെ പുറത്തെടുത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ. എന്നാണ് പറയാനുള്ളത്? ഈ സുദിന വേളയിൽ ആദ്യമായി അമ്മ എന്ന് വിളിച്ച കുട്ടിയുടെ ബർത്ത്ഡേ ആയി. എന്താണ് പറയാനുള്ളത്? എൻ്റെ മോടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അതെന്നെ എനിക്കറിയാം. എന്താ പറയാനുള്ളതെന്ന്? പ്രത്യേകിച്ച് എന്തോ ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ എൻ്റെ കുഞ്ഞിന്. ഷുണ്ട്രോ ഫോട്ടോഷൂട്ട് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്.
ശുണ്ട്രിയ ലേറ്റ് ആണല്ലോ എപ്പോഴും. ഹായ് ബേബോ. എവിടെന്നാ? ലുലുവിന്റെ കേക്കാ. വാവ്, നല്ല രസമുണ്ട്. വ്ളോഗാണ് ഇത്. ഞാൻ ഒരു കൈ വ്ളോഗ് പിടിക്കാം. എന്തായിരുന്നു അത്? ഇതിന് പൊട്ടിക്കരുതെന്ന് പറഞ്ഞാണോ? എടാ, എനിക്കിത് ശ്വാസം ഇത് വേണ്ട, ഇത് വേണ്ട, അല്ലാതെ ഞാൻ അതിനകത്ത് പോയി. നമ്മുടെ ആർ ഇവന്റ്സിന്റെ ഓണർ. ഇതാണ് നമ്മുടെ ഡെക്കറേഷന്റെ. അടിപൊളിയാ, സുന്ദരൻ. ഇത് നിങ്ങളാ വെച്ചാ നിങ്ങൾക്ക്? ഇങ്ങോട്ട് വാ, അമ്മ ഇങ്ങോട്ട് വാ, രാജി ഇങ്ങോട്ട് വാ. വാ. നിന്നെ ക്ഷണിക്കണം. അനീഷ ഇങ്ങോട്ട് വാ. എണ്ണ മാത്രം വെച്ചു. Happy birthday to you. Happy birthday to അത് എന്നെ ഭൂമിയിൽ ഇറക്കിയ to you. രാജീവ വാ. ഇല്ല കൊടുക്കണ്ട. മോളടാ. താങ്ക് യു. അതെവിടെ? ചേട്ടാ ഷുഗർ മധുരം വേണം. ഏത് ഫ്ലവറാ അത്? വിച്ച് കളർ? ഇതാ റെഡ്. ഇതാ റെഡ്. പിങ്ക്. റാൽഫ് ഹായ് പറഞ്ഞേ. എന്ത് ചെയ്യോ നീ? അപ്പൊ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കൺക്ലൂഷനിലെത്തി. ഫുൾ കഴിഞ്ഞു, പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇവന്റുകാർ വന്ന് ഡെക്കോറൊക്കെ ചെയ്തു. അപ്പൊ നമ്മുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ നമ്മള് പ്രതീക്ഷനെക്കാട്ടിലും അപ്പുറം ഭംഗിയായി നടന്നു. എല്ലാവരും വന്നു. പ്രത്യേകിച്ച് അമ്മ ഹാപ്പിയായി. ബർത്ത്ഡേക്കുള്ള സന്തോഷങ്ങളെല്ലാം. സോ ബേബോ, ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു അമ്മച്ചിയുടെ? നല്ലതായിരുന്നോ? സൂപ്പർ ആയിരുന്നോ? സൂപ്പർ ആയിരുന്നോ? അത്രയൊക്കെ ഞങ്ങൾക്ക് പറയാൻ അറിയുള്ളൂ. കേക്കാ ബാക്കിയാ? കട്ട്ലേറ്റ് ആയിരുന്നേ നമുക്ക് ഇഷ്ടം. അപ്പൊ ഗൈസ്, ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ നമ്മുടെ ബർത്ത്ഡേ വ്ലോഗ് ഞാൻ ഫസ്റ്റ് ടൈം വന്നു ഒരു ബർത്ത്ഡേ വ്ലോഗ് പോസ്റ്റ് ചെയ്തു നമ്മുടെ അക്കൗണ്ടിൽ. അപ്പൊ വ്ലോഗായിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ടൈം. അപ്പൊ അല്ല, അമ്മയുടെ വ്ലോഗ് ഇട്ടിട്ടുണ്ട്. ബർത്ത്ഡേ വ്ലോഗ് 60 ഡിസംബറിന്റെ വ്ലോഗ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അല്ല, ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മള് മറ്റേ അവിടെ വീട്ടിൽ പോയി കഴിച്ചതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇവരുടെ രണ്ടുപേരുടെയും റാൽഫിനെയും ബേബോടെയും ബർത്ത്ഡേ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും വന്ന് 2-3 പേരൊക്കെ എനിക്കൊന്ന് മെസ്സേജ് അയക്കാറുണ്ട്. അയ്യോ, ഒരു അമ്മയാണെന്ന് പറയത്തേ ഇല്ല കേട്ടോ എന്നൊക്കെ. പക്ഷെ അത് എനിക്ക് സന്തോഷമാണ്. പക്ഷെ കുറച്ചെന്നെ ഒന്ന് വിഷമമാക്കി. ശരി, ഇത് ഡെന്നിയുടെ സിസ്റ്ററിന്റെ മക്കളാണ് രണ്ടുപേരും. പിന്നെ ഞങ്ങളുടെ പ്രോഡക്ട്സ് അതൊന്നും പറയാൻ പറ്റില്ല. അപ്പം
അല്ല അതൊരു ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം 2-3 പേർക്ക് ഇങ്ങനെ വന്ന് മെസ്സേജ് അയച്ചു. ചിലതൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്തു മനഃപൂർവ്വം, ചിലതൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അയ്യോ എൻ്റെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നമ്മുടെ പിള്ളേരാണ്, സിസ്റ്ററിൻ്റെ പിള്ളേരാണ്. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞങ്ങളെ. അപ്പോൾ എന്താണ്, ഞാൻ എവിടെ പോയാലും നമ്മളൂടെ കാണാം അവര്. അതാണ് നമ്മളോട് എപ്പോഴും കാണും. നമ്മളെ കൂടെയാണ്. അതാണ്. അത്ര അറ്റാച്ച്മെന്റ് ആണ് നമ്മളോട്. സോ അപ്പം ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. Hope you all like this video. Thank you for watching. Till then, ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. bye. ബൈ.